പേജ് നമ്പർ 48, ക്വസ്റ്റ്യൻ നമ്പർ 8. ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്, ഈ ആർക്ക് കണ്ടോ, ആർക്ക് എ പി സി എന്ന് പറഞ്ഞ ആർക്ക് കണ്ടോ, ആർക്ക് എ പി സി എന്ന് പറയുന്ന ഒരു ആർക്ക് നിങ്ങൾക്ക് കാണാം. പിന്നെ വേറൊരു ആർക്കാണ് ഏതെന്ന് പറയുന്നത്, ഡി ക്യൂ ബി. ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്, ഡി ക്യൂ ബി. എ പി സി എന്ന് പറയുന്ന ഒരു ആർക്കും ഡി ക്യൂ ബി എന്ന് പറയുന്ന വേറൊരു ആർക്കും കാണാമല്ലോ. ഇതിനെ രണ്ടിനെയും കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സെമി സർക്കിൾ കിട്ടുമോന്ന്. എന്ത് കിട്ടുമോന്ന്, സെമി സർക്കിൾ കിട്ടുമോന്ന്. ഇത് രണ്ടും കൂടി ഇതിനകത്ത് വരണം. ഈ രണ്ട് ആർക്കിനെയും കൂടി ചേർത്ത് ഒരു സെമി സർക്കിൾ നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം, ഈ രണ്ട് ആർക്കും കൂടി ചേർത്ത് വെച്ച് സെമി സർക്കിൾ കിട്ടണമെങ്കിൽ എന്ത് വേണം, എത്ര ഡിഗ്രി വേണം, 180. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടണം, 180 കിട്ടണം. ഐഡിയ മനസ്സിലായോ? ഏതൊക്കെ കൂട്ടുമ്പോഴാ, എ പി സി എന്ന് പറയുന്ന ആർക്കും പ്ലസ് ഡി ക്യൂ ബി എന്ന് പറയുന്ന ആർക്കും കൂടി കൂട്ടുമ്പോൾ 180 കിട്ടിയാൽ നമുക്ക് പറയാം ഇത് വെച്ചിട്ട് എന്തുണ്ടാക്കാമെന്ന്, സെമി സർക്കിൾ ഉണ്ടാക്കാമെന്ന്. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ നോക്കിയ മക്കളെ, ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഈ രണ്ട് ആർക്കുകളെയും കൂടി ചേർക്കുമ്പോൾ നമുക്കൊരു സെമി സർക്കിൾ കിട്ടുമോ എന്നാണ് നോക്കേണ്ടത്. ഇത് രണ്ടും കൂടി ചേർക്കുമ്പോൾ സെമി സർക്കിൾ കിട്ടണം. ആ രണ്ടും കൂടി ചേർക്കുമ്പോൾ സെമി സർക്കിൾ കിട്ടണമെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആയിരിക്കണം, ഈ ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് 180 ആയിരിക്കണം. ക്ലിയർ അല്ലേ? ആ 180 കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മളുടെ തത്രപ്പാട് അല്ലേ. ഇപ്പൊ നോക്കി എന്താ ചെയ്യാൻ പറ്റുമോ നോക്കി. ഇങ്ങനെ ഒരു ഫിഗർ തന്നാൽ, ഇതാണ് ഒന്നും ചിലപ്പോൾ കാണത്തില്ല, അതിന് നമ്മൾ ഐഡിയ പരമായി ചിന്തിക്കണം. നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ ഏതാ, സർക്കിൾ. സർക്കിളിൽ ആദ്യം നമ്മൾ പഠിച്ച കാര്യം എന്താ, സെന്റർ കൊടുത്താൽ അതിന്റെ ഓൾട്ടർനേറ്റീവ് ആംഗിളിൽ എത്ര ഉണ്ടാവുമെന്ന്, അതിന്റെ പകുതി ആയിരിക്കും, ഹാഫ് ആയിരിക്കും നമ്മൾ പഠിച്ചില്ലേ. ആ മെത്തേഡ് വെച്ചിട്ട് ഈ ആർക്കിന്റെ അറ്റങ്ങൾ തമ്മിൽ നമ്മൾ സെന്ററിലോട്ട് ജോയിന്റ് ചെയ്യുന്നു. ആർക്കിന്റെ അറ്റം ഏതൊക്കെയാന്ന് ശ്രദ്ധിച്ചേ, എല്ലാവർക്കും സെറ്റായി പറയാം. ഇത് ഏതൊക്കെ അറ്റം, എയും സിയും അല്ലേ. എയിൽ നിന്ന് നമ്മൾ അങ്ങോട്ടൊന്ന് വരയ്ക്കുന്നു, സിയിൽ നിന്ന് അതേപോലെ സിയിലേക്ക് നമ്മളൊന്ന് ജോയിന്റ് കൊടുക്കുന്നു. ക്ലിയർ അല്ലേ? ക്ലിയർ ആയി. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി, സെൻട്രൽ ആംഗിൾ. എന്ത് കിട്ടി, സെൻട്രൽ ആംഗിൾ. സെറ്റ് അല്ലേ? ഇനി നിങ്ങളൊന്ന് നോക്കിയേ, നമ്മൾ പഠിച്ചിട്ടുള്ള മെത്തേഡ് എന്തുവാ, പഠിച്ചിട്ടുള്ള മെത്തേഡ് എന്തുവാ, ഒരു സർക്കിളിന്റെ സെന്ററിലേക്ക് വരച്ചാൽ ഉണ്ടാ ഇങ്ങനല്ലേ വരുന്നേ, ഇത് ആർക്ക് പോലായില്ലേ. അതേ ആർക്കിന്റെ അറ്റത്തിൽ നിന്ന് അതിന്റെ ഓൾട്ടർനേറ്റീവിലേക്ക് വരച്ചു കഴിഞ്ഞാൽ എത്രയായിരിക്കും, പകുതി ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓൾട്ടർനേറ്റീവ് ആർക്ക് എവിടെയാ വരുന്നത് നോക്കി, ഓൾട്ടർനേറ്റീവ് ആംഗിൾ എവിടെയാ വരുന്നത്, നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി പഠിച്ചതാ. എയിൽ നിന്നും സിയിൽ നിന്നുമാണ് ജോയിന്റ് പോയത്. അപ്പൊ അടുത്ത പോയിന്റ് ഏതിൽ നിന്ന് തന്നെ പോകണം, എയിൽ നിന്നും സിയിൽ നിന്നും. എയിൽ നിന്ന് പോകുന്ന ലൈൻ ഏതുണ്ട് ഒന്ന് നോക്കിയേ, ഏതെങ്കിലും ഉണ്ടോ, സിയിൽ നിന്ന് പോകുന്ന ഏതുണ്ട്, സിയിൽ നിന്ന് എങ്ങോട്ടാ പോകുന്നുണ്ട്, സെൻട്രലിലോട്ടും പോകുന്നുണ്ട്, പിന്നെ എങ്ങോട്ട്, മേലിലോട്ട്. വലിയ പാടുണ്ടാ ഇല്ല, നോക്കിക്കൂടെ. ഇനി അവിടെ ഈ ലൈൻ അതേ എയിലോട്ടൊന്ന് ജോയിൻ ചെയ്താൽ പോരെ, എയിൽ നിന്ന് ഇല്ലല്ലോ ലൈൻ. അപ്പൊ സിയിൽ നിന്ന് ഒരു ലൈൻ നമ്മൾ കണ്ടുപിടിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ലൈൻ എവിടുന്ന് പോണം, എയിൽ നിന്ന് നേരെ കിട്ടിയില്ലേ. അപ്പൊ ഇവിടെയാണ് ആംഗിൾ എങ്കിൽ അടുത്ത ആംഗിൾ എവിടെ വരും, ഇവിടെ. സംഭവം മനസ്സിലായ? അപ്പൊ ഇവിടെ നമ്മൾ 2x കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്ര വരും, x വരും. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് ആർക്ക് കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഒരു O എന്ന് കൊടുക്കാമോ. ഇനി ഇതൊന്ന് ആദ്യം ഒന്ന് പറക്കി എഴുതുക, അത്രേ ഉള്ളൂ. അപ്പൊ ഏത് ആംഗിൾ എഴുതുന്നോ ആ ആംഗിളിനെ നമ്മൾ എവിടെ കൊടുക്കണം, നടുക്ക് കൊടുക്കണം എഴുതുമ്പോൾ അല്ലേ. അപ്പൊ ആദ്യം നമ്മൾ എഴുതുന്ന ആംഗിൾ ഏതാ, ആംഗിൾ AOC. ആംഗിൾ AOC is equal to എത്രയാണ്, 2x. വന്നെങ്ങനെയാണെന്ന് അറിയാമല്ലോ. അടുത്ത ആംഗിൾ ഏതാ, ആംഗിൾ ADC. എത്രയാണ്, x ഡിഗ്രി. ഓൾട്ടർനേറ്റീവ് ആംഗിൾ ആണ്. ക്ലിയർ? ഇനി അടുത്ത ചാവേർഡ്, അടുത്തത് ഏതാണ് പറഞ്ഞിരിക്കുന്നത്, DQB അല്ലേ. അപ്പൊ എന്താ വേണം ഒന്ന് പറഞ്ഞേ, നിങ്ങൾ തന്നെ പറ. DQB അറ്റം ഏതൊക്കെയാ, ഡിയും ബിയും. ഡിയിൽ നിന്ന് ബിയിലോട്ട് എങ്ങോട്ട് അടുപ്പിക്കണം, സെന്ററിലോട്ട്. കണ്ടോ? ക്ലിയർ? അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് അടുത്ത പോകുന്ന ലൈൻ ഏതാ, ഡിയിൽ നിന്നും ബിയിൽ നിന്നും പോകുന്ന അടുത്ത ലൈൻ ഏതാ,
ഡിയിൽ നിന്ന് ഇങ്ങോട്ടും പോകുന്നുണ്ട്, ഇങ്ങോട്ടും പോകുന്നുണ്ട്. ബിയിൽ നിന്ന് പോണത് എങ്ങോട്ടാ? ഇങ്ങോട്ടാ അല്ലേ? അവൻ ഇങ്ങോട്ടില്ലല്ലോ. അവൻ ഏതെടുക്കാം നമുക്ക്? ഇതിനെയല്ലേ എടുക്കാൻ പറ്റുന്നത്? കണ്ടോ? ഡിയിൽ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ, ബിയിൽ നിന്നും ഇങ്ങോട്ടൊരു ലൈൻ. അത്രേ ഉള്ളൂ നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതിന്റെ അറ്റത്ത് നിന്ന് സെന്ററിലോട്ട് പോകുന്നു, അതേ അറ്റത്ത് നിന്ന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് പോകുന്നത് എങ്ങോട്ട്? സിമ്പിൾ കാര്യം, എളുപ്പമാണ്. നോക്കി, നമ്മൾ പഠിച്ച അതേ മെത്തേഡ്. ഡിയിൽ നിന്ന് എയിലേക്കും ബിയിൽ നിന്ന് എയിലേക്കും വരുന്നു. ക്ലിയർ അല്ലേ? അവിടെ ഒരു ആംഗിൾ ആയല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ y കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ വരും? 2y. തെറ്റല്ലേ? ക്ലിയർ ആയില്ലേ പറഞ്ഞു? അപ്പൊ ഈ ആംഗിൾ എത്രയാണ്? 2x ആണ്. ഈ ആംഗിൾ എത്രയാണ്? 2y ആണ്. ക്ലിയർ അല്ലേ? ഇനി അതെടുത്ത് നമുക്കൊന്ന് എഴുതാം. ആംഗിൾ പറഞ്ഞോ, ബി ഒ ഡി ഇസ് ഈക്വൽ ടു 2y. ആംഗിൾ ബി എ ഡി ഇസ് ഈക്വൽ ടു എത്ര? y. ഉണ്ടോ? ഏത് ആംഗിളാണോ എഴുതുന്നത് ആ ആംഗിളിനെ എവിടെ കൊടുക്കണം? നടുക്ക് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒരു ആംഗിൾ എടുക്കണമെങ്കിൽ എത്ര വേണം? 3 എണ്ണം വേണം അല്ലേ? 3 എണ്ണം ഏതൊക്കെയാ? 1, 2, 3 എണ്ണം. അതിൽ ഏത് ആംഗിളാണോ എഴുതുന്നത് ആ ആംഗിളിനെ എവിടെ കൊടുക്കണം? നടുക്ക് കൊടുക്കണം. നോക്കിയേ, ഇനി ഒന്ന് ശ്രദ്ധിച്ച് എന്താ ചെയ്യാൻ പറ്റുക എന്ന്. നമുക്ക് 180 കിട്ടണം. 180 കിട്ടണമെങ്കിൽ ഈ ആർക്കും കൂടി 180 കിട്ടണം. എന്താ ചെയ്യും? ഒന്ന് ആലോചിച്ചേ. ഇവിടെ നിൽക്കട്ടെ, ഈ ട്രയാങ്കിളിനെ മാത്രം എടുക്കും. ഈ ട്രയാങ്കിൾ ഒരു പേര് കൊടുക്കാം, എ ഡി എം കൊടുക്കുക. എം എന്ന് കൊടുത്തു. നമുക്കൊന്ന് എഴുതാം, ട്രയാങ്കിൾ എ എം ഡി. എന്തിനാ എടുത്താൽ അറിയാമല്ലോ. നമുക്ക് ആ എക്സും വാല്യൂ എന്തിനാണെന്ന് നോക്കണ്ടേ? എ എം ഡിയില് ഏതൊക്കെയാ പറഞ്ഞേ? ആംഗിൾ എ ഡി എം പ്ലസ് ആംഗിൾ എ എം ഡി പ്ലസ് ഇത് ആംഗിൾ ഡി എ എം ഇസ് ഈക്വൽ ടു, അത് മൂന്നും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 180 അല്ലേ? എ ഡി എം എത്ര ഉണ്ട്? എക്സ് അല്ലേ? എക്സ് പ്ലസ് എ എം ഡി എത്ര ഉണ്ട്? 90 അല്ലേ? 90 പ്ലസ് ഡി എ എം എത്ര ഉണ്ട്? y ഇസ് ഈക്വൽ ടു എത്ര കിട്ടി? 180 ഡിഗ്രി അല്ലേ? ഇനി നോക്കിയേ, എക്സ് പ്ലസ് വൈ, ഈ 90 അപ്പുറം പോകുമ്പോഴോ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 180 മൈനസ് 90. ദാറ്റ് മീൻസ് എത്ര കിട്ടി? 90 ഡിഗ്രി. എക്സും പ്ലസ് വൈയും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടി? 90 ഡിഗ്രി എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ എഴുതിയ ഈ സാധനങ്ങൾ ഇത് രണ്ടും കൂടി ഒന്ന് കൂട്ടിയേ എത്ര കിട്ടുമെന്ന് നോക്ക്. ആംഗിൾ എ ഒ സി പ്ലസ് ആംഗിൾ എ ഡി സി ഇസ് ഈക്വൽ ടു, എ ഒ സി എത്രയാ? 2x പ്ലസ് എ ഡി സി എത്രയാ? എ ഡി സി അല്ല, ബി ഒ ഡി, സോറി, ആംഗിൾ ബി ഒ ഡി എത്രയാ? 2y. രണ്ടിനും 2 കോമൺ ഇല്ലേ? അപ്പൊ എങ്ങനെ എടുക്കാം? 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എത്രയാ? 90 ഡിഗ്രി. ദാറ്റ് മീൻസ് എത്ര കിട്ടി? 180 ഡിഗ്രി എന്ന് കിട്ടിയില്ലേ? എ ഒ സിയും ബി ഒ ഡിയും ഇതല്ലേ ആംഗിള് അല്ലേ? എ ഒ സിയും ബി ഒ ഡിയും അല്ലേ സെൻട്രൽ ആംഗിൾ വരുന്നത്? ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ വരുന്ന ആരൊക്കെയാ? എ ഒ സിയും ബി ഒ ഡിയും ആണ് ആർക്കിന്റെ സെൻട്രൽ ആംഗിളുകൾ വരുന്നത്. രണ്ട് സെൻട്രൽ ആംഗിൾ എത്ര കിട്ടി? 180 കിട്ടി. അതിന്റെ സെൻട്രൽ ആംഗിൾ കിട്ടുന്ന എത്ര ആയിരിക്കണം? 180 ആയിരിക്കണം എന്നല്ലേ പറഞ്ഞത്? ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? സെമി സർക്കിൾ കിട്ടുമോ ഇല്ലയോ? കിട്ടത്തില്ലേ? നമ്മൾ ആദ്യം പഠിച്ചു വന്നതല്ലേ? ആർക്ക് എത്രയാണോ അതിന്റെ സെൻട്രൽ ആംഗിൾ, ആർക്ക് വരയ്ക്കണമെങ്കിൽ എന്ത് വേണം? സെൻട്രൽ ആംഗിൾ വേണം. സെൻട്രൽ ആംഗിൾ എത്ര വേണം? നമ്മളിപ്പോ ഇവിടെ പഠിച്ചത് 180. ആ 180 നമുക്ക് ഇവിടെ കിട്ടിയില്ലേ? സിമ്പിൾ അല്ലേ സംഭവം? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ആർക്ക് ഏതാണ്? എ പി സി ആൻഡ് ആർക്ക് ഡി ക്യു ബി അല്ലെങ്കിൽ ബി ക്യു ഡി, എങ്ങനെ വേണമെങ്കിലും എഴുതാം. ആർ ജോയിൻ ടുഗദർ മേക്ക് സെമി സർക്കിൾ എന്ന് നമുക്ക് എഴുതിക്കൂടെ? ഇതാണ് ആൻസർ വരുന്നത്. വീഡിയോ പോസ് ചെയ്ത് നിർത്തി നോക്കി കണ്ട് പഠിച്ച് എഴുതണം. ഓക്കെ, ഇനി അടുത്ത സെക്ഷനിലോട്ട് നമ്മൾ പോവുകയാണ്. സെഗ്മെൻറ്റ് ഓഫ് സർക്കിൾ. ഇതൊരു സർക്കിളാണ്. സർക്കിളിനകത്ത് രണ്ട് അറ്റവും, രണ്ട് സർക്കിളിൻ്റെ രണ്ട്
അറ്റവും തമ്മിൽ ജോയിൻ ചെയ്ത ലൈനിനെ വിളിക്കുന്ന പേരാണ് കോഡ് എന്നാണ് വിളിക്കുന്നത്. ഈ കോഡ് വരച്ചപ്പോൾ ഇത് രണ്ട് ഭാഗമായിട്ട് മാറിയില്ലേ? നോക്കിയാൽ മുകളിലും താഴെയുമായിട്ട് രണ്ട് ഭാഗങ്ങൾ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സെഗ്മെൻ്റ് എന്നാണ് വിളിക്കുന്നത്. ഉണ്ടോ? ഇതൊരു ഭാഗം, അതൊരു ഭാഗം, അതൊരു സെഗ്മെൻറ്റ്, അതിൻ്റെ താഴെ വരുന്നത് സെഗ്മെൻറ്റ് 2. അപ്പോൾ മൊത്തം എത്ര സെഗ്മെൻറ്റായി? 2 സെഗ്മെൻറ്റാണ് ഒരു സർക്കിളിൽ ഇപ്പോൾ ഒരു വര വരച്ചപ്പോൾ വന്നത്. ഇനി നമ്മൾ ഒരു അടുത്ത ലൈനും കൂടി വരയ്ക്കുമ്പോൾ എത്ര സെഗ്മെൻറ്റായി നോക്കിയേ? ലൈൻ വരച്ചപ്പോൾ 3 ഭാഗങ്ങളായിട്ട് സർക്കിൾ മാറി. നോക്കിയേ, 1 2 3. ഈ 3 സെഗ്മെൻറ്റാണ് നമുക്ക് പറയാം. നെക്സ്റ്റ് ഒരു സർക്കിൾ നമ്മൾ വരയ്ക്കുകയാണ്. ഇവിടെ നമ്മൾ സെൻട്രൽ ആംഗിൾ 2x എന്ന് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ സെൻട്രൽ ആംഗിൾ 2x ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൾട്ടർനേറ്റീവായിട്ട് വരുന്ന, അതിൻ്റെ മുകളിലായിട്ട് വരുന്ന ആൾട്ടർനേറ്റീവായിട്ട് വരുന്ന ആംഗിൾ എത്ര ആയിരിക്കും? അതിൻ്റെ ഹാഫ് ആയിരിക്കും. ഇവിടെ 2x എടുത്തുകൊണ്ട് ഓൾട്ടർനേറ്റീവ് ആംഗിൾ x എന്ന് വന്നു. പിന്നെ താഴെ ജോയിൻറ്റ് ചെയ്യുമ്പോൾ അത് എത്രയായിരിക്കും? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, എക്സിൽ നിന്ന് എന്ത് കുറയ്ക്കുക? 180യിൽ നിന്ന് എക്സ് കുറയ്ക്കുന്നതാണ് ആ ആംഗിൾ വരുന്നത്. അല്ലേ? കറക്റ്റ് അല്ലേ പറഞ്ഞ കാര്യം? നെക്സ്റ്റ് അടുത്ത സർക്കിളൊന്ന് നോക്കിയേ. അതിൻ്റെ ആംഗിൾ വന്നിരിക്കുന്നത് നോക്കി, അപ്പുറത്തെ സെഗ്മെൻറ്റിലാണ് വന്നിരിക്കുന്നത്. 2x. അതിൻ്റെ ഇപ്പുറത്തെ ഓൾട്ടർനേറ്റീവിലായിട്ടാണ് എന്ത് വരിക? അതിൻ്റെ പകുതി ആയിരിക്കും വരുന്നത്, x ആണ് വരുന്നത്. കണ്ടോ? എടുത്തിരിക്കുന്ന രണ്ട് ഒരു ഫിഗറും നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് മനസ്സിലാക്കണം. ഇത് മുകളിൽ വന്നപ്പോൾ അതിൻ്റെ ഓൾട്ടർനേറ്റീവായിട്ട് x വന്നു. കണ്ടോ? മറ്റേടത്ത് എന്താണ്? സെൻറ്റർ വന്നപ്പോൾ അതിൻ്റെ ഓൾട്ടർനേറ്റീവായിട്ട് x ആണ് വന്നത്. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ ആംഗിൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഈ അടുത്ത ഫിഗർ നോക്കിയേ, ഇതിനകത്ത് എന്തില്ല? സെൻട്രൽ ആംഗിൾ ഇല്ല. അപ്പോൾ മുകളിൽ x ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ ജോയിൻ ചെയ്തിരിക്കുന്ന ഭാഗം ഏതായിരിക്കും? 180 - x ആയിരിക്കും. കണ്ടോ? ഇത് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ 3 ഫിഗർ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഒരൊറ്റ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് 3ഉം കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത ഈ ഫിഗർ നോക്കിയേ. നമ്മൾ സെൻട്രൽ ആംഗിൾ വരച്ചു, അതിൻ്റെ ഓൾട്ടർനേറ്റീവായിട്ട് ആംഗിളും വരച്ചു. അവിടുന്ന് നേരെ നമ്മൾ ആ സെൻറ്ററിലേക്ക് ഒരു വര വരച്ചു. നോക്കിയേ, അതപ്പോൾ 2 ട്രയാങ്കിളായിട്ട് മാറിയില്ലേ? 2 ആംഗിൾ നമുക്ക് അവിടെ കിട്ടുന്നില്ലേ? നോക്കിയേ, അതിൻ്റെ പ്രത്യേകത എന്താ? ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താ? ഈ 2 ലൈനുകളുടെ റേഡിയസ് സെയിം അല്ലേ? നോക്കിയേ, ഉണ്ടോ? റേഡിയസ് സെയിം അല്ലേ? ആ ട്രയാങ്കിളിൻ്റെ 2 സൈഡുകളല്ലേ അത് രണ്ടും? അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ 2 റേഡിയസ് സെയിം ആണ്. അപ്പോൾ 2 ട്രയാങ്കിളുകളുടെ സൈഡുകൾ സെയിം ആണ്. അങ്ങനെ മുകളിലോട്ട് പോയിരിക്കുന്ന ലൈനും എന്താണ്? റേഡിയസ് അല്ലേ? അത് 2 ട്രയാങ്കിളുകളുടെയും ഒരേ സൈഡല്ലേ? അപ്പോൾ 2 സൈഡുകൾ ഈക്വലായി വന്നാൽ ആ ട്രയാങ്കിളുകളെ നമുക്ക് എങ്ങനെ വിളിക്കാം? ഐസോസിലസ് ട്രയാങ്കിളുകൾ എന്ന് വിളിക്കാം. അപ്പോൾ ഐസോസിലസ് ട്രയാങ്കിളുകൾ വന്നാലുള്ള പ്രത്യേകത എന്താ? അതിൻ്റെ 2 ട്രയാങ്കിളുകളുടെ 2 സൈഡുകൾ ഈക്വലാണ്. അങ്ങനെ വന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളുകളും ഈക്വലായിരിക്കും അല്ലേ? 2 സൈഡുകൾ ഈക്വലായി വന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളുകൾ എന്തായിരിക്കും? ഈക്വലായിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, പേജ് നമ്പർ 51 ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് സെറ്റ് ഫിഗർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ആംഗിൾ ഓഫ് ട്രയാങ്കിൾ എ ബി സിയുടെ ആംഗിളുകൾ അതേതൊക്കെയാണ്? എയും ബിയും സിയും അത് കണ്ടുപിടിക്കണം. പിന്നെ ആൻഡ് ട്രയാങ്കിൾ ഓഫ് OBC അതിൻ്റെ ആംഗിളും കണ്ടുപിടിക്കാനാണ് നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ 2 ട്രയാങ്കിളുകളാക്കി നമുക്ക് മാറ്റാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? എയിൽ നിന്ന് ഒയിലേക്ക്, ആ സെൻറ്ററിനെ നമ്മൾ എന്താ വിളിക്കുക? O എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എയിൽ നിന്ന് ഒയിലേക്ക് ഒരു ലൈൻ നമ്മൾ കൊടുക്കുകയാണ്. അത് നമുക്ക് AO എന്ന് വിളിക്കാം. ക്ലിയർ? അപ്പോൾ ഇത് 2 ട്രയാങ്കിളായി മാറിയില്ലേ? ഏതൊക്കെ 2 ട്രയാങ്കിൾ? ABOയും ACOയും എന്ന് പറയുന്ന 2 ട്രയാങ്കിളുകളായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എഴുതാം. ജോയിൻ AO ട്രയാങ്കിൾ AOB, ട്രയാങ്കിൾ AOC 2 ട്രയാങ്കിളുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ OB എന്ന് പറയുന്നതും AO എന്ന് പറയുന്നതും എന്താണ്? റേഡിയസ് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സെൻറ്ററിൽ നിന്ന് സർക്കിളിലേക്ക് പോകുന്ന ലൈനുകളെ നമ്മൾ എന്താ വിളിക്കുക? റേഡിയസ് എന്നല്ലേ വിളിക്കുന്നത്. അപ്പം AOയും OBയും എന്താണ്? അതിൻ്റെ റേഡിയസുകളാണ്. അപ്പോൾ അടുത്ത് നമുക്കത് എഴുതാം. AO ആൻഡ് BO ആർ റേഡിയസ് ഓഫ് സർക്കിൾ. ക്ലിയർ? അപ്പോൾ ആ ട്രയാങ്കിളിൻ്റെ 2 സൈഡുകൾ ഈക്വലായി. അപ്പോൾ 2 സൈഡുകൾ ഈക്വലായാൽ 2 സൈഡ്സ് ആർ ഈക്വൽ. 2 സൈഡ് ഈക്വലായാൽ ആ ട്രയാങ്കിൾ നമുക്ക് എന്തെന്ന് വിളിക്കാം? സോ ട്രയാങ്കിൾ AOB ഇസ് എ ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് നമുക്ക് പറഞ്ഞൂടെ? 2 സൈഡ് ഈക്വലായ ട്രയാങ്കിളിനെ എന്താ വിളിക്കുക? ഐസോസിലസ് ട്രയാങ്കിൾ. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം
രണ്ട് ആംഗിളുകളും ഈക്വൽ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളുകൾ ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, ആംഗിൾ ഒ ബി എക്ക് ഈക്വൽ ആണ് ആരെന്ന് പറയുന്നത്, ആംഗിൾ ഒ എ ബി എന്ന് പറയുന്നത് എത്ര ഡിഗ്രി, 20 ഡിഗ്രി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും, രണ്ട് ആംഗിളും കൂടി 180 എന്ന് കുറയ്ക്കുന്നതല്ലേ. അപ്പോൾ 180 മൈനസ് രണ്ട് ആംഗിളും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും, 20 + 20. അപ്പോൾ എത്ര ഡിഗ്രി, 180യിൽ നിന്ന് 40 ഡിഗ്രി. ചില കുട്ടികൾ ശ്രദ്ധിക്കും, തെറ്റരുത്, ഒ ബി എയും ഒ എ ബിയും കൂടി 20 ഡിഗ്രി എന്ന് പറഞ്ഞ് 180ൽ നിന്ന് 20 കുറയ്ക്കും. അങ്ങനെ കുറയ്ക്കരുത്, അത് തെറ്റാവും. അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് എഴുതി വയ്ക്കുക അല്ലെങ്കിൽ, കേട്ടോ, മനസ്സിലായോ, രണ്ട് ആംഗിൾ സെപ്പറേറ്റ് എഴുതി വെക്കണം. എങ്ങനെ, ആംഗിൾ ഒ ബി എ 20 ഡിഗ്രി, ആംഗിൾ ഒ എ ബി 20 ഡിഗ്രി, ഇങ്ങനെ എഴുതിക്കോ, സെപ്പറേറ്റ് എഴുതും, അപ്പം കറക്റ്റിന് കിട്ടും. എന്നിട്ട് 180 മൈനസ് 20 + 20 രണ്ടും കൂടി എന്ത് ചെയ്യണം, കൂട്ടിയിട്ട് കുറയ്ക്കണം. അപ്പോൾ 180യിൽ നിന്ന് 40 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും, 140 ഡിഗ്രി കിട്ടും. അപ്പോൾ എ ഒ ബി കിട്ടിയല്ലോ, ആംഗിൾ എ ഒ ബി എത്രയാണ്, 140 ഡിഗ്രിയാണ് കിട്ടുന്നത്. ഇനി അടുത്ത ട്രയാങ്കിൾ നമുക്ക് കണ്ടുപിടിക്കാം, ട്രയാങ്കിൾ എ ഒ സി. ട്രയാങ്കിൾ എ ഒ സി എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണെന്ന് നോക്കാം നമുക്ക്. ഒ സിയും പിന്നെ ആരുണ്ട്, ഒ എയും റേഡിയസ് ആണ്. നേരത്തെ എഴുതിയതുപോലെ അതേപോലെ തന്നെ എഴുതുക, ഒ സി ആൻഡ് ഒ എ ആർ റേഡിയസ്. അങ്ങനെയെങ്കിൽ ആംഗിൾ ഒ സി എ ഈക്വൽ ടു 30 ഡിഗ്രി, ആംഗിൾ ഒ എ സി ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി, ആംഗിൾ എ ഒ സി ഇസ് ഈക്വൽ ടു എ ഒ സി അപ്പോൾ എത്രയായിരിക്കും, 30 കൂടി 180യിൽ നിന്ന് കുറച്ചാൽ കിട്ടും അല്ലേ. രണ്ട് ആംഗിളും കൂടി കുറച്ചാൽ പോരെ 180. അപ്പോൾ 180 മൈനസ് 30 + 30, 180 മൈനസ് 60 ഡിഗ്രി. 180 നിന്ന് 60 കുറച്ച് എത്ര കിട്ടുക, 120 ഡിഗ്രി. അപ്പോൾ അത് നമുക്ക് കിട്ടി. എ ഒ സിയും നമുക്ക് കിട്ടി, എ ഒ ബിയും നമുക്ക് കിട്ടി. ക്ലിയർ അല്ലേ. അപ്പോൾ രണ്ട് ആംഗിൾ നമുക്ക് കിട്ടിയില്ലേ, എ ഒ സിയും കിട്ടി, എ ഒ ബിയും കിട്ടി. ചെയ്യുന്ന രീതി അറിയാമല്ലോ. നെക്സ്റ്റ് നമുക്ക് ആംഗിൾ എ ഒ ബി ഒന്ന് എടുത്ത് എഴുതാം. എ ഒ ബി എത്രയാണ് നമുക്ക് കിട്ടിയത്, 140 ഡിഗ്രി അല്ലേ. 140 ഡിഗ്രി. ആംഗിൾ സി ഒ എ അല്ലെങ്കിൽ എ ഒ സി ഏതാണെങ്കിലും എഴുതാം കേട്ടോ. എഴുതുന്ന ആംഗിൾ എപ്പോഴും സെൻറ്ററിൽ എഴുതണമെന്നേ ഉള്ളൂ. 120 ഡിഗ്രി. ഇനി നമുക്ക് അതിൽ നിന്ന് ആരെ കിട്ടും, ആംഗിൾ ബി ഒ സി കിട്ടത്തില്ലേ. എങ്ങനെ കിട്ടുക, സെൻട്രൽ ആംഗിൾ എന്ന് പറയാൻ മൊത്തം എത്രയാണ്, 360. ആ 360 സെൻട്രൽ ആംഗിൾ. ആ 360ൽ നിന്ന് 140 120 കൂടി കൂട്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, കുറച്ചാൽ പോരെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻട്രൽ ആംഗിൾ കിട്ടത്തില്ലേ. അല്ലെങ്കിൽ വേറൊരു മെത്തേഡുണ്ട്, നമ്മൾ നേരത്തെ പഠിച്ച മെത്തേഡ്. സെൻട്രൽ ആംഗിൾ കിട്ടണമെങ്കിൽ ആൾട്ടർനേറ്റീവ് ആംഗിളിൻ്റെ ഇരട്ടി എടുത്താൽ പോരെ. ഇപ്പോൾ ഇവിടുത്തെ ആൾട്ടർനേറ്റീവ് ആംഗിൾ ഏതാണ്, 30ഉം 20ഉം കൂടി എത്ര കൂട്ടും, 50 കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ആംഗിൾ എത്ര വരും, അതിൻ്റെ ഇരട്ടി ആയിരിക്കുമല്ലോ. ഇരട്ടി എത്രയാണ് വരുന്നത്, 100 ഡിഗ്രി വരും. നമ്മൾ നേരത്തെ പഠിച്ച മെത്തേഡ്, അങ്ങനെയും നമുക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും സെൻട്രൽ ആംഗിൾ. അപ്പോൾ ഇവിടെ നമുക്ക് ആംഗിൾ ബി എ സി എന്ന് പറയുന്നത് എത്രയാണ്, 50 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബി ഒ സി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇരട്ടി ആയിരിക്കും. നമ്മൾ ആദ്യം സർക്കിളിൻ്റെ പഠിച്ച റൂളില്ലേ, ആ റൂള് വെച്ചിട്ടും നമുക്ക് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ സെൻട്രൽ ആംഗിൾ 360ൽ നിന്ന് രണ്ട് ആംഗിൾ കുറച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഈ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഈ മെത്തേഡ് മനസ്സിലായല്ലോ. സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ആംഗിളിൻ്റെ എന്താണ്, ഇരട്ടിയാണ്. ആ മെത്തേഡിൽ നമുക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത നമുക്ക് ട്രയാങ്കിൾ ഒ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിളുകൾ കാണണം. അതിൽ ഒരു ആംഗിൾ നമുക്ക് കിട്ടി, ബി ഒ സി കിട്ടി, 100 ഡിഗ്രിയാണ്. അടുത്ത നമുക്ക് ഒ ബി സിയും കിട്ടണം, പിന്നെ ആരെ കിട്ടണം, ഒ സി ബിയും കിട്ടണം. ഉണ്ടോ, ഒ ബി സി ഒ സി ബി. ശ്രദ്ധിച്ചേ, ഒ ബിയും ഒ സിയും റേഡിയസ് അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. അങ്ങനെ ഒ ബിയും ഒ സിയും റേഡിയസ് ആണെന്നുണ്ടെങ്കിൽ ഒ ബി സിയും ഒ സി ബിയും എന്തായിരിക്കും, ഈക്വലായിട്ട് വരത്തില്ലേ അല്ലേ. ഒ ബിയും ഒ സിയും എന്താണ്, റേഡിയസ് ആണ്. ശ്രദ്ധിച്ച്, അപ്പോൾ ഒ ബി സിയും ഒ സി ബി എന്ന് പറയുന്ന ആംഗിളുകൾ എന്തായിരിക്കും, ഈക്വലായിരിക്കും. അത് ഏതിൽ നിന്ന്, മൊത്തം എത്രയാണ് വരുന്നത്, 180 അല്ലേ. ഒ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ വരുന്നത് 180 ആണ്. അതിൽ 100 ഡിഗ്രി നമ്മളെ കയ്യിലുണ്ട്. ബി ഒ സി എന്ന് പറയുന്നത് 100 ഡിഗ്രിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒ ബി സിയും ഒ സി ബിയും കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, രണ്ട് ആംഗിളും കൂടി കൂട്ടുന്നതാണ്. ഏതൊക്കെ ആംഗിൾ, ആംഗിൾ ഒ ബി സിയും ആംഗിൾ ഒ സി ബിയും കൂടി കൂട്ടുമ്പോൾ ഉണ്ടോ, ഒ ബി സിയും കൂടി കൂട്ടുമ്പോൾ മൊത്തം എത്ര ഡിഗ്രി കിട്ടും, 180 ഡിഗ്രി കിട്ടും.
ആംഗിൾ ഒ ബി സി, ആംഗിൾ ഒ സി ബി, ആംഗിൾ ബി ഒ സി. കണ്ടോ 3 ആംഗിളും കൂടി, ആ ട്രയാങ്കിൾ മാത്രമാണ് എടുക്കുന്നത്. 3 കൂടി കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടും. ഇനി നമുക്ക് കിട്ടിയ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒ ബി സിക്ക് വാല്യൂ ഇല്ല, ഒ സി ബിക്കും വാല്യൂ ഇല്ല. ആംഗിൾ ഒ സി ബി പ്ലസ് ബി ഒ സിയുടെ എത്രയാണ് 100 ഡിഗ്രി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി അതിൽ ആ 100 അപ്പുറം പോകുമ്പോൾ 180 മൈനസ് 100 എന്നാവത്തില്ലേ. അപ്പോൾ ഒ ബി സി പ്ലസ് ഒ സി ബി ഇസ് ഈക്വൽ ടു 180 മൈനസ് 100. ദാറ്റ് മീൻസ് 80 ഡിഗ്രി. 180 100 കുറച്ചാൽ 80 കിട്ടും. അപ്പോൾ ഒ ബി സി ഒ സി ബിയും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? 80 ഡിഗ്രി കിട്ടും. അപ്പോൾ രണ്ടും കൂടി കൂട്ടുമ്പോൾ 80 ഡിഗ്രി. രണ്ടും ഈക്വൽ അല്ലേ? ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ 80ൻ്റെ പകുതി എടുത്താൽ പോരെ, രണ്ടിനും വീതിച്ച് കൊടുക്കാമല്ലോ. അപ്പോൾ എങ്ങനെ ചെയ്യും നമ്മൾ? ആംഗിൾ ഒ ബി സി ഈക്വൽ 80/2 ഈക്വൽ ടു 40 ഡിഗ്രി. ആംഗിൾ ഒ സി ബി ഈക്വൽ ടു 80/2. രണ്ടിനെ 80 കൊണ്ട് വീതിക്കുന്നു. ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ. ഞാൻ സെപ്പറേറ്റ് ചെയ്ത് തരുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. അപ്പോൾ 2 ആംഗിൾ നമുക്ക് എത്ര കിട്ടി? 40 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ആ ട്രയാങ്കിളുകൾ നമ്മൾ ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഒ ബി സി 40, ഒ സി ബിയും 40 ഡിഗ്രി കിട്ടി. മനസ്സിലായോ? ചിലവരെന്താ പറഞ്ഞത്? ആംഗിൾ ഓഫ് ട്രയാങ്കിൾ എ ബി സി കണ്ടുപിടിക്കാനല്ലേ. ട്രയാങ്കിൾ എ ബി സിയുടെ ആംഗിൾ ഏതൊക്കെയാണ്? ആംഗിൾ എ. ആംഗിൾ എ എന്ന് പറഞ്ഞാൽ 2 ആംഗിൾ, രണ്ടും കൂടി കൂട്ടണം. 20ഉം 30ഉം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? 50 ഡിഗ്രി. ഇനി അടുത്ത ആംഗിൾ ബി എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 40 പ്ലസ് 20 60 ഡിഗ്രി. ആംഗിൾ സി എന്ന് പറയുന്നത് വീണ്ടും 40 പ്ലസ് 30 70 ഡിഗ്രി. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ആൻസറും കിട്ടിയിട്ടുണ്ട്. ട്രയാങ്കിൾ എ ബി സിയും കിട്ടി, ട്രയാങ്കിൾ ഒ ബി സിയും കിട്ടിയിരിക്കുകയാണ്. ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക. അടുത്ത സെക്ഷൻ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ബാക്കി അടുത്ത വീഡിയോയിൽ നമുക്കിടാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരേക്കും ബൈ.